കുട്ടനാട്ടിൽ ഇനി കൊയ്ത്തുത്സവകാലം. ഈ സീസണിലെ ആദ്യ കൊയ്ത്തുത്സവം പത്തനംതിട്ട തിരുവല്ല പടവിനകം ബി പാടശേഖരത്തിൽ ആരംഭിച്ചു. 113 ഹെക്ടറിലാണ് ഇവിടെ കൃഷി. പെരിങ്ങര, നെടുമ്പ്രം, നിരണം, കടപ്ര, കുറ്റൂർ, കവിയൂർ പഞ്ചായത്തുകളിൽ 3000 ഹെക്ടറിലായി വ്യാപിച്ചു കിടക്കുന്ന പാടശേഖരങ്ങളിലെ ഈ സീസണിലെ ആദ്യ കൊയ്ത്തുത്സവമാണ് പെരിങ്ങര പഞ്ചായത്തിലെ മേപ്രാൽ പടവിനകം ബി പാടശേഖരത്തിൽ നടന്നത്. 52 കർഷകർ ചേർന്ന് 113 ഏക്കറിലാണ് കൃഷി ഇറക്കിയത്. ജ്യോതി ഇനം നെൽവിത്താണ് വിതച്ചത്. കൃഷിവകുപ്പിന്റെ കീഴിൽ കാവുംഭാഗത്ത് പ്രവർത്തിക്കുന്ന അഗ്രോ സെന്ററിൽ കൊയ്ത്ത് യന്ത്രങ്ങളില്ല. ഇക്കാരണത്താൽ തമിഴ്നാട്ടിൽ നിന്നാണ് കൊയ്ത്ത് യന്ത്രങ്ങൾ എത്തിച്ചത്. ഇത് ചെലവ് വർദ്ധിക്കാൻ ഇടയാക്കിയതായി കർഷകർ പറയുന്നു. ബി പാടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ അത് വളരെ പ്രതികൂലങ്ങളെ തരണം ചെയ്ത് ഞങ്ങൾക്ക് കൃഷി ഇറക്കുവാൻ സാധിച്ചു. അത് ഒരു 5 ദിവസം കൊണ്ട് ഇവിടുത്തെ കൊയ്ത്ത് ഏറെക്കുറെ തീരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ച് ഒക്ടോബർ മാസത്തിൽ കൃഷി ഇറക്കിയതാണ് തങ്ങളുടെ വിജയമെന്നും പടവിനകം പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ ഈ കൃഷി അതായത് ഞങ്ങളുടെ ഭരണസമിതിയുടെയും കർഷകരുടെ യോജിപ്പും കൊണ്ടാണ് ഞങ്ങൾ ഈ കാലാവസ്ഥ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിച്ചത്. പ്രദേശത്തെ നിരവധി പാടശേഖരങ്ങളിൽ മടവീഴ്ച മൂലം കൃഷിനാശം സംഭവിച്ചിരുന്നു. ഈ പാടശേഖരങ്ങളിൽ വീണ്ടും നെല്ല് വിതയ്ക്കുകയായിരുന്നു. കോരച്ചാൽ, മാണിക്കത്തടി, വേങ്ങൽ പാടശേഖരങ്ങളിൽ 15 ദിവസത്തിനുള്ളിൽ കൊയ്ത്തുത്സവം നടക്കും. റിപ്പോർട്ടർ, പത്തനംതിട്ട.